വിജയം അനിശ്ചിതമാണ്, എന്നാൽ വിനോദം ഉറപ്പ്. 1384 കോടിയോളം ചെലവിട്ടുള്ള ബഹിരാകാശ ദൗത്യത്തിന്റെ പരീക്ഷണം പരാജയപ്പെട്ടതിന് പിന്നാലെ സ്വതസിദ്ധമായ നിസാരഭാവത്തിൽ സ്പേസ് എക്സ് തലവൻ ഇലോൺ മസ്ക് എക്സിൽ കുറിച്ച വാക്കുകളാണിത്. ആകാശത്ത് നിന്ന് റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ തീമഴ പോലെ വർഷിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചായിരുന്നു പോസ്റ്റ്. ചൊവ്വ കോളനിയാക്കുക എന്ന മസ്കിന്റെ വലിയ സ്വപ്നത്തിലേക്കുള്ള സുപ്രധാന നാഴികക്കല്ലായിരുന്നു സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റ് പരീക്ഷണം. എന്നാൽ വിക്ഷേപണം കഴിഞ്ഞ് മിനിറ്റുകൾക്കകം റോക്കറ്റ് പൊട്ടിത്തെറിച്ച് ഭൂമിയിലേക്ക് പതിച്ചു. റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ തീഗോളം പോലെ ഭൂമിയിലേക്ക് കുത്തനെ പതിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അപകടത്തിന്റെ ആഘാതം മനസ്സിലാക്കാതെ ആകാശത്തെ ദൃശ്യവിസ്മയം എന്ന പേരിൽ ആ കാഴ്ചയെ ആഘോഷമാക്കുകയായിരുന്നു പലരും. എക്സ്പോസ്റ്റിലൂടെ മസ്ക് ശ്രമിച്ചതും ആ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങളും നാശനഷ്ടങ്ങളും മറച്ചുപിടിക്കാനായിരുന്നു. നിരവധി യാത്രാ വിമാനങ്ങളാണ് അപകടം കാരണം വഴിതിരിച്ചുവിട്ടത്. അമേരിക്കൻ സംസ്ഥാനമായ ഫ്ലോറിഡയിലെ മയാമി, ഫോർട്ട് ലൗഡർഡെയിൽ എന്നീ വിമാനത്താവളങ്ങളിൽ മണിക്കൂറുകളോളം വിമാനങ്ങളുടെ യാത്ര മുടങ്ങി. പലയിടങ്ങളിലും മറ്റു വഴികളിലൂടെ വിമാനം തിരിച്ചുവിടുകയായിരുന്നു. റോക്കറ്റിന്റെ അവശിഷ്ടങ്ങളുമായി വിമാനം കൂട്ടിയിടിച്ച് വൻ ദുരന്തത്തിന് കാരണമായേക്കാമെന്നതിനാലാണ് നടപടിയെന്ന് യുഎസിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. വെസ്റ്റ് ഇൻഡീസിലെ ബ്രിട്ടീഷ് കോളനിയായ ടർക്സ് കൈക്കോസ് ദ്വീപുകളിലാണ് റോക്കറ്റ് ദുരന്തത്തിന്റെ ആഘാതം കൂടുതലുണ്ടായത്. വീടിന്റെ വാതിലുകളും ജനലുകളും പ്രകമ്പനം കൊണ്ട് കുലുങ്ങിയെന്ന് നാട്ടുകാർ പറഞ്ഞതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൗത്ത് കൈക്കോസിൽ ആളുകൾക്കിടയിലേക്കാണ് അവശിഷ്ടങ്ങൾ തകർന്നു വീണത്. ഭൂകമ്പം പോലെയാണ് ഇത് അനുഭവപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. ആകാശത്തെ ദൃശ്യവിസ്മയങ്ങളിൽ വിസ്മയം കൂറുന്നവർ അവശിഷ്ടങ്ങളുടെ പ്രത്യാഘാതം തിരിച്ചറിയുന്നില്ലെന്ന് ടെക്സാസ് ഓസ്റ്റിൻ സർവകലാശാലയിലെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പ്രൊഫസർ മൊറീബ ജാ പറയുന്നു. അവശിഷ്ടങ്ങൾ പതിച്ച സ്ഥലങ്ങളിലെ ജീവവ്യവസ്ഥയെ ഇത് അപകടത്തിലാക്കാനിടയുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കുമെന്ന് ജാ പറയുന്നു. കത്തിക്കരിഞ്ഞ റോക്കറ്റിന്റെ ടൺ കണക്കിന് അവശിഷ്ടങ്ങളാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലും പതിച്ചിട്ടുള്ളത്. സമുദ്രത്തിലെ ജീവികളുടെ ആവാസ വ്യവസ്ഥയെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. റോക്കറ്റ് അവശിഷ്ടങ്ങളുടെ ആഘാതം ഇപ്പോൾ പറയാനാകില്ലെന്ന് കൊളംബിയ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ ബോലിയും പറയുന്നുണ്ട്. റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ സമുദ്രജീവിതത്തിന് വലിയ അപകടമുണ്ടാക്കുമെന്നാണ് 2016 ന്യൂസിലൻഡിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് റിസർച്ച് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത്. ബഹിരാകാശ പരീക്ഷണത്തിൽ വിജയിച്ചതും അല്ലാത്തതുമായ റോക്കറ്റുകൾ തകർന്നടിഞ്ഞ് ടൺ കണക്കിന് അവശിഷ്ടങ്ങളാണ് സമുദ്രത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളതെന്നും പഠനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. റോക്കറ്റിന്റെ 7ാമത്തെ പരീക്ഷണമായിരുന്നു ജനുവരി 18 നടന്നത്. ഇതാദ്യമായായിരുന്നു പദ്ധതിയുടെ ഭാഗമായി ഭീമൻ റോക്കറ്റിന്റെ പരീക്ഷണം. 10 ഡമ്മി ഉപഗ്രഹങ്ങളാണ് റോക്കറ്റിലുണ്ടായിരുന്നത്. ടെക്സാസിലെ ബോക്കാ ചിക്കയിലുള്ള സ്പേസ് എക്സിന്റെ വിക്ഷേപണത്തറയിൽ നിന്ന് പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ട് 5:37 സ്റ്റാർഷിപ്പ് കുതിച്ചുയർന്നു. മെക്സിക്കോ ഉൾക്കടലിന്റെ കിഴക്ക് ഭാഗത്തേക്ക് കുതിച്ചുയർന്ന റോക്കറ്റ് ആസൂത്രണം ചെയ്തതുപോലെ തന്നെ 64 കിലോമീറ്റർ ഉയരത്തിൽ സൂപ്പർ ഹെവി ബൂസ്റ്ററിൽ നിന്ന് വേർപെട്ടു. ഭൂമിക്ക് ചുറ്റുമുള്ള ഉപഭ്രമണ പഥത്തിലൂടെ സഞ്ചരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു സ്റ്റാർഷിപ്പ്. എന്നാൽ സൂപ്പർ ഹെവിയിൽ നിന്ന് വേർപെട്ടതിനു പിന്നാലെ റോക്കറ്റുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടെന്നാണ് സ്പേസ് എക്സ് പ്രസ്താവനയിൽ അറിയിച്ചത്. കുതിച്ചുയർന്ന് 8.5 മിനിറ്റിനകം ബന്ധം വിച്ഛേദിക്കപ്പെടുകയും റോക്കറ്റ് ചിന്നിച്ചിതറുകയുമായിരുന്നു. അന്നേരം 146 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു റോക്കറ്റ്. ചെറു കഷണങ്ങളായി ചിതറിയ സ്റ്റാർഷിപ്പിന്റെ അവശിഷ്ടങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ചു. 20 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള 71 മീറ്റർ ഉയരമുള്ള സ്റ്റാർഷിപ്പിന്റെ ഭീമൻ ബൂസ്റ്ററിനെ രണ്ടാമതും യന്ത്രക്കൈ ഉപയോഗിച്ച് വീണ്ടെടുക്കാൻ സ്പേസ് എക്സിനായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ആദ്യ പരീക്ഷണത്തിന് സമാനമായിരുന്നു ഹെവി ലോഞ്ച് പാഡിൽ സജ്ജീകരിച്ച കൂറ്റൻ യന്ത്രക്കൈകൾ ഹെവി ബൂസ്റ്ററിനെ പിടിയിലമർത്തിയത്. എന്നാൽ ഇതിൽ നിന്ന് വേർപെട്ട് മുകളിലേക്ക് കുതിച്ച ഭാഗമാണ് നിമിഷങ്ങൾക്കകം പൊട്ടിത്തെറിച്ചത്. ഇന്ധന ചോർച്ചയാണ് പരീക്ഷണം പരാജയപ്പെടാൻ കാരണമെന്നാണ് സ്പേസ് എക്സ് നൽകിയ വിശദീകരണം. സംഭവത്തിൽ FAA ഉൾപ്പെടെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്.